ഈ ഓണക്കാലത്ത് കേരളത്തിന് വേണ്ടി ചെയ്യാൻ ഒരുപാട് കാര്യമുണ്ടെങ്കിലും സർക്കാരിനും പിണറായിക്കും മുഴുവൻ ശ്രദ്ധയും രാഹുൽ മാങ്കൂട്ടം കേസിലാണെന്ന് പറയേണ്ടി വരും. എങ്ങനെയെങ്കിലും ആ പയ്യനെ കൊടുക്കണമെന്ന ചിന്തയിലാണ് ഇവർ ഇരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ കേസിൽ പരാതിക്കാരുടെ മൊഴിയെടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇന്നാണ് തുടങ്ങിയിരിക്കുന്നത്. പരാതിക്കാരിൽ ഒരാളായ അഡ്വക്കേറ്റ് ഷിൻഡോയുടെ മൊഴിയാണ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ലൈംഗിക ആരോപണ കേസുകളിൽ യുവതികൾ നേരിട്ട് പരാതി നൽകിയിരുന്നില്ല. വെളിപ്പെടുത്തലുകളുടെയും ആരോപണങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ചില മാധ്യമങ്ങൾ നൽകിയ ചില റിപ്പോർട്ടുകളുടെയും പശ്ചാത്തലത്തിൽ കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിലെത്തിയ പരാതികളിലാണ് അന്വേഷണം നടക്കുന്നത്. ഇങ്ങനെ തനിക്ക് നേരിട്ട് ഇരകളൊന്നും പരാതി നൽകിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കേസിൽ നെഞ്ചും വിരിച്ചു നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. 6 പരാതികളാണ് ഇപ്പോൾ മാങ്കൂട്ടത്തിനെതിരെ ലഭിച്ചിരിക്കുന്നത്. മിക്കതും ഇമെയിൽ വഴിയാണ് ലഭിച്ചത് എന്നാണ് അറിയുന്നത്. നിരവധി മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രം പരാതി നൽകിയിരിക്കുന്നതാണ്. എന്നാൽ ഇത്തരം കേസുകളിൽ ഇരയാക്കപ്പെട്ടവർ തന്നെ പരാതി നൽകുമ്പോഴാണ് ആ കേസ് നിലനിൽക്കുക എന്ന പ്രത്യേക നിയമമുണ്ട്. പരാതിയുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ നൽകിയാൽ അന്വേഷണ സംഘത്തിന് അത് നിർണായകമാവും. ശബ്ദരേഖകളുടെ ആധികാരികത പരിശോധിച്ച് അവരെ സമീപിച്ച് മൊഴിയെടുക്കാനും ഒക്കെ ഇവരുടെ തീരുമാനമുണ്ട്. അത് സർക്കാരിന് തന്നെ പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് കുറച്ചെങ്കിലും മുന്നോട്ട് പോകുന്നത്. ഇവർ നേരിട്ട് പരാതി നൽകിയാൽ മാത്രമേ മുന്നോട്ട് പോകാനാവൂ എന്നാണ് അന്വേഷണ സംഘം തന്നെ വിലയിരുത്തിയിരിക്കുന്നത്. എങ്കിലും മാങ്കൂട്ടം MLA-യെ കുടുക്കാനുള്ള തത്രപ്പാടിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് CPM-ഉം പിണറായി വിജയനും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പാലക്കാട്ട് പ്രതിഷേധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. CPM ഇന്നും നടത്തുകയാണ്. ഒരു പരാതി പോലും ഇല്ലാത്ത കേസിൽ ഇങ്ങനെ തെരുവിൽ തുള്ളാൻ നാണമില്ലേ ഈ സഖാക്കൾക്ക് എന്ന് പാലക്കാട്ടെ ജനങ്ങൾ തന്നെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും കേരളത്തിൻ്റെ ഭരണം പോകും എന്നുറപ്പിച്ച സ്ഥിതിക്ക് ഒരക്രമം നടത്താനും സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. നമുക്കറിയാം, പണ്ട് കൂത്തുപറമ്പിൽ MV രാഘവനെ തടഞ്ഞതുപോലെ മാങ്കൂട്ടത്തെ തടഞ്ഞ് സ്വയം ശിക്ഷ ഏറ്റുവാങ്ങാനും CPM ഈ ഘട്ടത്തിൽ മടിക്കില്ല എന്നുള്ളത് കൊണ്ട് രാഹുലിന് സംരക്ഷണം ഒരുക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ പറയുന്നുണ്ട്. കാരണം സംരക്ഷണം നൽകണമെങ്കിൽ അത് പിണറായിയുടെ പോലീസാണ് നൽകേണ്ടുന്നത്. അവർ എന്തൊക്കെ കാട്ടിക്കൂട്ടും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അതിനിടെയാണ് ഇന്ന് DYFI മറ്റൊരു പ്രതിഷേധം നടത്തുന്നത്. MLA-യുടെ രാജി ആവശ്യപ്പെട്ട് DYFI അവരുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വനിതാ സംഗമം സംഘടിപ്പിക്കുകയാണ്. വനിതാ സംഗമത്തിൽ ഇനി കടകംപള്ളി സുരേന്ദ്രനും ശശിമാരും അതുപോലെ ശ്രീരാമകൃഷ്ണനും മുകേഷ് MLA-യും ഒക്കെ പങ്കെടുക്കുമോ എന്ന് തന്നെ ആളുകൾ കാത്തിരിക്കുകയാണ്. അത്രയ്ക്കും അതപ്പതിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് അവർ ഒട്ടനവധി നേതാക്കന്മാർ ഇത്തരത്തിലുള്ള കേസുകൾ കുടുങ്ങിയപ്പോൾ അവരുടെ കേസുകൾ നിയമത്തിൻ്റെ മുന്നിൽ, അതായത് കോടതികളിൽ വരെ എത്തി നിൽക്കുമ്പോൾ ഒരു പരാതിയുമില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ഇപ്പോൾ മുഴുവൻ പ്രതിഷേധവും DYFI സംഘടിപ്പിക്കുന്നത്. ഇത് തന്നെ വലിയ വിരോധാഭാസം എന്ന് കാണേണ്ടി വരും. ഇന്ന് വൈകുന്നേരം സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്താണ് ആത്മാഭിമാന സദസ്സ് എന്ന പേരിൽ ഒരു പരിപാടി DYFI നടത്തുന്നത്. ഏതായാലും പരിപാടിക്കിട്ട പേര് നല്ലത് തന്നെയാണ്. രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ തടയുമെന്ന് DYFI-യും BJP-യും ഒരുമിച്ച് വ്യക്തമാക്കിയതാണ്. അങ്ങനെ പരാതിക്കാരെ കണ്ടെത്തുകയും പ്രതിഷേധം നടത്തുകയും ഒക്കെ ഒരുമിച്ച് ചെയ്യുകയാണ് BJP-CPM സഖ്യം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അന്വേഷണത്തിൽ പെട്ടെന്ന് തീരുമാനമുണ്ടാകുമെന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം മറ്റു കേസുകളെ പോലെ അന്വേഷിച്ചാൽ മാത്രം പോരാ. ക്രൈംബ്രാഞ്ചിന് പരാതിക്കാരെയും അവർ തന്നെ കണ്ടെത്തണമെന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ക്രൈംബ്രാഞ്ചും പോലീസും തന്നെ കണ്ടെത്താൻ നടക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടം ഉറച്ചു തന്നെ നിൽക്കുന്നു. പിന്നിൽ വലിയ തത്രപ്പാടിലാണ് പിണറായിയും സംഘവും.